നമസ്കാരം. പ്രവാസി ഓൺലൈൻ്റെ മുഖാമുഖം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ജർമ്മനിയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ജർമ്മനിയിലെ ആശുപത്രി പരിഷ്കരണം എന്നുള്ളത്. ഇത് വർഷങ്ങളായിട്ട് ഇവിടെ മുൻകാലങ്ങളിൽ ചർച്ച ചെയ്തുവെങ്കിലും ഒരു എത്തും പിടിയും കിട്ടാതെ മുന്നോട്ട് നീണ്ടുപോയി. അതിന്റെ കാരണത്താൽ പലവിധ പ്രശ്നങ്ങൾ രാജ്യത്ത് തന്നെ, അത് ആശുപത്രി മേഖലയിൽ തന്നെ ഉണ്ടായി. അതിനൊരു പോംവഴി എന്നോണം ഇപ്പോഴത്തെ ഭരണകൂടം, ഷോൾസ് സർക്കാർ അതിനൊരു വഴിത്തിരിവിൽ എത്തിച്ചേർന്നു. അതുകൊണ്ട് തന്നെ ജർമ്മനിയിലെ ആശുപത്രി പരിഷ്കരണം എങ്ങനെയാണ്, ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്, ഇതിന്റെ ഫലങ്ങള്, നേട്ടങ്ങൾ, പിന്നെ ദോഷഫലങ്ങൾ അല്ലെ കോട്ടങ്ങൾ, ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ മുഖാമുഖം പരിപാടിയിലെ വിഷയം. അതിനായിട്ട് ജർമ്മനിയിലെ മുതിർന്ന മലയാളി പൗരൻ അല്ലെ ഇന്ത്യൻ പൗരൻ, അതോടൊപ്പം ജർമ്മനിയിലെ ഒരു സ്ഥാപനത്തിന്റെ മുൻ CEO ആയിരുന്ന അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്ന, മലയാളികളുടെയൊക്കെ പ്രിയങ്കരനായ, പലപ്പോഴും പ്രവാസി ഓൺലൈൻ്റെ പ്ലാറ്റ്ഫോമിൽ നിരവധി വിഷയങ്ങളുമായി ചർച്ചകൾ നടത്തിയിട്ടുള്ള ഞങ്ങളെയൊക്കെ പ്രിയങ്കരനായ ഡോക്ടർ ജോർജ് അരീക്കലിനെ ഈ മുഖാമുഖം പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ജോർജ് അങ്കിൾ. നമസ്കാരം ജോസ് കുമ്പിൾ. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് അവധി ദിവസമായിരുന്നു, അതുകൊണ്ട് തന്നെ കുറെ റൂവറ്റാകായിട്ട് കൂട്ടാം അല്ലേ? പിന്നെ തീർച്ചയായിട്ടും പെൻഷൻ കിട്ടിയിരിക്കുന്ന ഒരു വ്യക്തിക്ക് മിക്ക ദിവസവും അവധിയാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് അത്ര പ്രത്യേകതയില്ല. എങ്കിലും എല്ലാവരും ഇങ്ങനെ ഒന്നിച്ചൊക്കെ കൂടാനുള്ള സൗകര്യം ഉള്ളത് കൊണ്ട് എനിക്ക് സന്തോഷം. മുൻപ് നമ്മൾ സംസാരിച്ചിട്ടുള്ള വിഷയങ്ങളിൽ നിന്നും അല്പം വ്യത്യാസമുള്ള ഒരു വിഷയമാണ്. ജർമ്മനിയിലെ ആശുപത്രി മേഖല തന്നെയാണ് എടുത്തിരിക്കുന്നത്, പ്രത്യേകിച്ച് ആശുപത്രി പരിഷ്കരണം. ഇപ്പൊ ഇത്തരത്തിലൊരു പരിഷ്കരണം വന്നപ്പോൾ അത് ഇന്ത്യയിലെ രീതി എന്താണ്, ഇന്ത്യയിൽ ആശുപത്രികൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, രോഗികളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, അതിൻ്റെ ഒരു കാര്യങ്ങളും ഇവിടുത്തെ നിലവിലുള്ള കാര്യങ്ങളും പരിഷ്കരിച്ച കാര്യങ്ങളും തമ്മിൽ ഒരു ബന്ധപ്പെടുത്തി ഉള്ള ഒരു താരതമ്യം എന്ന് വേണേ കരുതാം. അങ്ങനെയാണ് ഇന്നത്തെ അഭിമുഖം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം ജർമ്മനിയിലെ നിലവിലെ കാര്യങ്ങളൊന്ന് പറഞ്ഞ് അതോടൊപ്പം നമുക്ക് ആ ഒരു താരതമ്യത്തിലേക്ക് കടക്കാം അല്ലേ? അത് നന്നായിരിക്കും. പ്രത്യേകിച്ച് ഈ ഇന്റർവ്യൂ കേൾക്കുന്ന പലരും മിക്കവാറും ജർമ്മനിയിൽ വന്നിട്ടില്ലായിരിക്കും. അതുകൊണ്ട് ഇന്ത്യയിലെ ഹെൽത്ത് സിസ്റ്റത്തിന്റെ ചില ഡയമെൻഷൻസ് പറഞ്ഞ് തുടങ്ങുവാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഒരു വ്യക്തിക്ക് അസുഖം ബാധിച്ചാൽ അവര് നേരിട്ട് ആസ്പത്രിയിൽ പോകും. ആസ്പത്രിയിൽ പോകുന്നതിന് മുമ്പ് വേറെ ഒരു ഡോക്ടറിന്റെ അടുത്ത് പോവുക വളരെ സെൽഡമാണ്. അതേസമയം ജർമ്മനിയില് ഒരാൾക്ക് അസുഖം ഉണ്ടെങ്കിൽ ആദ്യം പോകുന്നത് ഒരു ഹൗസ് ഡോക്ടറിന്റെ അടുത്താണ്, അതായത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടറിന്റെ അടുത്താണ്. ആ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും പ്രത്യേക പ്രശ്നങ്ങൾ തോന്നുകയാണെങ്കിൽ ആ ഡോക്ടർ ഈ രോഗിയെ വേറെ സ്പെഷ്യലിസ്റ്റുകളുടെ അടുത്തേക്കാണ് വിടുന്നത്. ഓർത്തോപെഡി ഇങ്ങനെയുള്ള വേറെ പ്രാക്ടീസുകളിലേക്ക് വിടുകയാണ്, അല്ലാതെ നേരിട്ട് ആസ്പത്രിയിലേക്ക് വിടുകയല്ല. ഇതെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ വിചാരിക്കുകയാണ് ഇത് ആസ്പത്രിയിൽ ചെന്ന് ഓപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്രത്യേക ശുശ്രൂഷകൾ ലഭിച്ച് ക്യൂർ ചെയ്യപ്പെടേണ്ട രോഗിയാണെന്ന് കണ്ടാൽ മാത്രമേ അവർ ആസ്പത്രിയിലേക്ക് വിടുകയുള്ളൂ. അതായത് ഒരാൾ നേരെ ചെന്ന് എമർജൻസി ഒഴിച്ച്, എമർജൻസിയുടെ സാഹചര്യത്തിൽ നേരിട്ട് ഇവിടുത്തെ പേഷ്യൻസ് നേരിട്ട് ആസ്പത്രിയിൽ പോകും. അല്ലെങ്കിൽ ആസ്പത്രിയിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് അങ്ങോട്ട് അയച്ചിരിക്കണം. അപ്പൊ അതുകൊണ്ട് ആസ്പത്രിയെ ആശ്രയിക്കുന്ന രോഗികളുടെ എണ്ണം റിലേറ്റീവ്ലി ജർമ്മനിയിൽ ഇന്ത്യയിലേക്കാൾ കുറവായിരിക്കും. കാരണം ഇവിടെ ധാരാളം ഡോക്ടേഴ്സ് പ്രൈവറ്റ് പ്രാക്ടീസ് നടത്തുന്നുണ്ട്. അവരുടെ കെയർ ലഭിച്ചതിന് ശേഷമാണ് ജർമ്മനിയിലെ ആസ്പത്രിയിലേക്ക് പേഷ്യൻസ് പോവുക. നമ്മുടെ നാട്ടിലെ വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു പനിയാണെങ്കിൽ പോലും ഏറ്റവും അടുത്തുള്ള ആശുപത്രി, അല്ലെ ഇച്ചിരി പേര് കേട്ട ആശുപത്രി, അല്ലെ നമുക്ക് പരിചയമുള്ള ആശുപത്രിയിലേക്ക് നമ്മൾ നേരെ ചെല്ലുന്നു, അവിടെ ചീട്ടെടുക്കുന്നു, നമ്മൾ ഡോക്ടറെ കാണുന്നു,
അഡ്മിറ്റ് ആകുന്നു, പിന്നെ ചികിത്സ നടക്കുന്നു. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സാധാരണഗതിയിൽ നടക്കുന്ന ഒരു കാര്യം അല്ലേ? കാരണം നമ്മുടെ നാട്ടിൽ പ്രൈവറ്റ് പ്രാക്ടീസ് നടത്തുന്ന ഡോക്ടേഴ്സിന്റെ എണ്ണം കുറവാണ്. അതെ. പക്ഷെ ഇവിടെ പ്രൈവറ്റ് പ്രാക്ടീസ് നടത്തുന്ന ഡോക്ടേഴ്സ് ധാരാളം ഉണ്ട്. അപ്പൊ അവരെയാണ് ആദ്യം സമീപിക്കേണ്ടത്. അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് എമർജൻസി അല്ലാത്ത കാര്യത്തിൽ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അവർ ചോദിക്കും ഏത് ഡോക്ടറാണ് നിന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. അത് പറയുമ്പോൾ അതിനകത്ത് ഒരു കാര്യം കൂടി ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. ഇവിടുത്തെ മെഡിക്കൽ മേഖല എന്ന് പറയുന്നത്, അല്ല ഈ ആശുപത്രി സംവിധാനങ്ങൾ എന്ന് പറയുന്നത്, ഇവരുടെ ഒരു ഇൻഷുറൻസ് പരിരക്ഷയുള്ള, അതുകൊണ്ട് തന്നെ അപ്പം നമ്മൾ ഓരോരുത്തരും ഇവിടെ ജർമ്മനിയിൽ ജീവിക്കുന്ന ഓരോരുത്തരും ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനിയുടെ മെമ്പർ, അതായത് നമ്മൾ സബ്സ്ക്രിപ്ഷൻ നമ്മൾ കൊടുത്തുകൊണ്ട് നമ്മൾ അതിന്റെ ആളായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ കമ്പനിയുടെ ലേബലിലായിരിക്കും നമ്മൾ ചികിത്സ നടത്തുന്നത്. അതായത് ഹെൽത്ത് ഇൻഷുറൻസ്. അതെ, ഹെൽത്ത് ഇൻഷുറൻസ്. നാട്ടിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ലല്ലോ. ഇവിടെ ഏകദേശം ജനറൽ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾ, അതെ, നാട്ടിൽ അങ്ങനെ ഒരു സംവിധാനം സ്ഥാപിക്കപ്പെട്ട കമ്പനികൾ ഏകദേശം 95 കമ്പനികളുണ്ട്. അത് കൂടാതെ കുറെ പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികളുണ്ട്, അതായത് പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി. അതെ. അപ്പം ഇത് തമ്മിൽ വരുമ്പോൾ നാട്ടിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ലാത്തത് കൊണ്ട് നേരെ ഡയറക്റ്റ്ലി ആശുപത്രിയെ ആശ്രയിക്കുന്നു. ഇവിടെ നമുക്ക് ഇപ്പം ഒരാൾ ഡോക്ടറെ കാണണമെങ്കിൽ നമ്മുടെ കാർഡ് കാണിച്ച് അവിടെ അഡ്മിഷൻ മേടിച്ച് ഡോക്ടറിന്റെ ഉപദേശം തേടിയിട്ട് പിന്നെ കണ്ടിന്യൂവേഷൻ നടത്തുന്നു എന്നാണ് അങ്കിള് പറഞ്ഞത്. പക്ഷെ നാട്ടിൽ അത് ഇല്ലാത്തത് കൊണ്ട് ആ ഒരു തരത്തിലേക്ക് പോകുന്നു. അങ്ങനെയല്ലേ കാണേണ്ടത്? അതെ. അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയിലെ മെമ്പർ ആകുമ്പോൾ ഒരു ജോലി ചെയ്യുന്ന വ്യക്തിക്ക് ഈ ഇൻഷുറൻസ് കമ്പനിക്ക് നൽകേണ്ട പ്രീമിയം, അതിന്റെ ഫീസിൽ 50% ആ ജോലി ചെയ്യുന്ന വ്യക്തി, 50% എംപ്ലോയറും നൽകണം. അപ്പൊ അതുകൊണ്ട് ഈ രണ്ടും, എംപ്ലോയറും എംപ്ലോയിയും ഒന്നിച്ചാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയിലേക്ക് ഫീസ് കൊടുക്കുന്നത്. അപ്പൊ അതൊരു പൊതു ഫണ്ട് എന്നുള്ള നിലയിലാണ് ഗവൺമെന്റ് അത് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പം അത് ക്ലിയർ ആയ സ്ഥിതിക്ക് നമുക്ക് ഇവിടുത്തെ ഈ ആശുപത്രി റിഫോംസിനെ പറ്റി ആദ്യമായിട്ട് ഇതിന്റെ ആ ഒരു ഇത് പ്രാബല്യത്തിൽ വരുന്നത് 2025 ജനുവരി 1 മുതലാണ്. അപ്പൊ ഈ കഴിഞ്ഞ 20 വർഷത്തിനിടയിലെ ഒരു വലിയ ആശുപത്രി പരിഷ്കരണം എന്ന് തന്നെയാണ് ആരോഗ്യമന്ത്രി ഡോക്ടർ കാൾ ലൗട്ടർബാഹ് ഇതിനെ വിശേഷിപ്പിച്ചത്. അപ്പോൾ ഇതിന്റെ ആ ഒരു നേട്ടങ്ങൾ അതെന്തൊക്കെയാണെന്ന് പറയാം. ഇത് ഇപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ജർമ്മനിയുടെ പാർലമെന്റിൽ ഇത് ഡിസ്കസ്ഡ് ആയതിനു ശേഷം പിന്നീട് ഇത് പാസ്സാക്കുകയോ ഒരുപക്ഷെ അല്ലാതെ ഇത് നീണ്ടുപോവുകയോ ചെയ്യാം. അതായത് വിചാരിച്ച പോലെ 2025 ഇംപ്ലിമെന്റ് ചെയ്യപ്പെടാൻ ഇത് സാധിക്കുമോ ഇല്ലയോ എന്ന് തീർച്ചയില്ല. ജർമ്മൻ ക്യാബിനറ്റിലാണ്, മന്ത്രിസഭയിലാണ്. മന്ത്രിസഭ അംഗീകരിച്ചല്ലോ. മന്ത്രിസഭ അംഗീകരിച്ചു. പക്ഷെ ഇത് ജർമ്മൻ പാർലമെന്റിൽ അംഗീകരിക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെ അംഗീകരിക്കാനായിട്ട് ഇപ്പോ ഒപ്പോസിഷൻ പാർട്ടിയും ഇപ്പൊ ഗവേൺ ചെയ്യുന്ന പാർട്ടികളും തമ്മിൽ വളരെ അധികം ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. എങ്കിലും അതിൻ്റെ അകത്ത് ഓപ്പോസിഷൻ പാർട്ടികൾ, പ്രതിപക്ഷങ്ങൾ കൊണ്ടുവന്ന കാര്യങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്തു. ആദ്യത്തെ കരട് ബില്ലിൽ മാറ്റം വരുത്തി പുതിയതായി ആഡ് ചെയ്തതിന് ശേഷം അങ്കിള് പറഞ്ഞ പോലുള്ള ചർച്ചയ്ക്കകത്ത് ഒരു ഏകീകരണമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായില്ല എങ്കിലും അതുകൊണ്ടാണ് പ്രോസസ്സിലാണ്. അതെ, അതുകൊണ്ടാണ് മന്ത്രി ഒരു 6 മാസം കൂടെ മുന്നോട്ട് നീട്ടി, അതായത് ജനുവരിയിൽ വന്നേക്കും എന്നുള്ള അർത്ഥത്തിൽ കാൾ ലൗട്ടർബാഹ് സംസാരിച്ചതാണ്. ഇതില് ഇങ്ങനെയുള്ള ഡിസ്കഷനില് ഈ റിഫോമില് ബന്ധപ്പെടുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണെന്ന് വെച്ചാല്
ഇതിൽ ബന്ധപ്പെടുന്ന ആ, ഏഹ്, ഇത് ഇൻവോൾവ് ആയിട്ടുള്ള സംഘടനകൾ ഉം. ആദ്യമായിട്ട് സ്റ്റേക്ക് ഹോൾഡർ ആയിട്ട് പേഷ്യൻസ് ആണ്. പേഷ്യൻസിനും ചില ഒന്നിച്ചുള്ള ചില സംഘടനകളുണ്ട്. പിന്നെ മെഡിക്കൽ പേഴ്സണലാണ്. അതിൽ ഡോക്ടേഴ്സ് പെടും, അല്ലെങ്കിൽ നേഴ്സസ് പെടും, അല്ലെങ്കിൽ ടെക്നീഷ്യൻസ് പെടും. പിന്നെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആണ്, അതെ, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷൻ. അസോസിയേഷൻ. പിന്നെ ഡോക്ടേഴ്സിന്റെ അസോസിയേഷൻസ് ഉണ്ട്, നേഴ്സുമാരുടെ അസോസിയേഷൻസ് ഉണ്ട്, പിന്നെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഉണ്ട്. പിന്നെ അതിനകത്ത് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ 16 സ്റ്റേറ്റുകളിലെ ആ, ഒരു ബോഡി ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അവരാണ് കൂടുതൽ കാര്യങ്ങൾ ഇപ്പം കേന്ദ്രവുമായിട്ട്, അതായത് സെൻട്രൽ ഗവൺമെന്റുമായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ബോഡി കൂടുതൽ അറ്റാച്ച്മെന്റോടെ ഇതിന്റെ കാര്യങ്ങൾ ഏകോപിപ്പിച്ച് ഇത് ഇന്ന ദിവസം മുതൽ പ്രാബല്യത്തിൽ വരണം എന്നുള്ള ഒരു ചർച്ചയിലേക്കാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഈ ഹെൽത്ത് അഫയർ എന്നുള്ള സംഗതി ജർമ്മൻ സിസ്റ്റത്തില് ഈ സ്റ്റേറ്റുകളുടെ പ്രധാന കടമയാണ്. അതെ. അപ്പൊ ഫെഡറൽ മിനിസ്റ്ററിന് ഈ സ്റ്റേറ്റിലെ മിനിസ്റ്റേഴ്സിന്റെ സമ്മതത്തോടു കൂടിയേ ഈ റിഫോം ചെയ്യാൻ പറ്റുള്ളൂ, ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇങ്ങനെ ഉള്ള സ്റ്റേറ്റ് മിനിസ്റ്റേഴ്സ് ഫോർ ഹെൽത്ത് അവരൊന്നിച്ച് ഈ ദിവസങ്ങളിൽ സമ്മേളനം നടന്നു. അതില് പ്രൊഫസർ ലൗട്ടർബാക്ക് ഫെഡറൽ മിനിസ്റ്ററും പങ്കെടുത്തു. അതിൽ ചില പോയിന്റുകൾ ചർച്ചയ്ക്കായി അവർ ഒന്നിച്ച് തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ചർച്ച ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാവരും ഒന്നിച്ച് വേണം ഇതിനെ പറ്റി, ഈ റിഫോമിനെ പറ്റി പരിചിന്തനം ചെയ്യാൻ. അപ്പോൾ പക്ഷെ ചർച്ചകളുടെ ഒരു 90% തന്നെയെങ്കിലും ഒരുവിധം കൺസെൻസോടുകൂടി നടന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പരിഷ്കരണത്തിന്റെ ലക്ഷ്യങ്ങളെ പറ്റി ഒന്ന് പറയുമ്പോൾ അത് ഒന്ന് ഷോർട്ടായിട്ട് പറയാമോ? ലക്ഷ്യം വാസ്തവത്തില് ഇപ്പൊ അവരും നമ്മളും ഒക്കെ കാണുന്നത് ജർമ്മനിയിലെ ഹെൽത്ത് സിസ്റ്റം അസുഖത്തിൽ കിടക്കുകയാണ്. ജർമ്മനിയിലെ ആസ്പത്രികൾക്ക് തന്നെ രോഗം പിടിച്ചിരിക്കുക. അപ്പോൾ അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഈ റിഫോമിന്റെ പ്രത്യേക ലക്ഷ്യം. സ്ട്രക്ചറലായിട്ട് ജർമ്മൻ ആരോഗ്യസ്ഥിതിയിൽ സ്ട്രക്ചറലായിട്ട് ഈ പട്ടണങ്ങളും വില്ലേജുകളും തമ്മിൽ വളരെയധികം വ്യത്യസ്ത രീതിയിലുള്ള ശുശ്രൂഷയാണ് ലഭിക്കുന്നത്. ഈ പട്ടണങ്ങളിൽ ധാരാളം ആസ്പത്രികളുണ്ട്, അവർക്ക് നല്ല ചികിത്സ കിട്ടുന്നുണ്ട്. അതേ സമയത്ത് വില്ലേജുകളിൽ ഉള്ള ആസ്പത്രികൾക്ക് ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ നൽകുവാൻ സാധിക്കുകയില്ല. അതേ സമയത്ത് ഇൻഫ്രാസ്ട്രക്ചർ വില്ലേജിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് പെട്ടെന്ന് പട്ടണങ്ങളിലേക്ക് വന്ന് ചികിത്സ ലഭിക്കാൻ പ്രയാസമാണ്. അന്നൊക്കെ ഒരു വില്ലേജിൽ നിന്ന് ബസ്സുകളോ അല്ലെങ്കിൽ ട്രെയിനോ പട്ടണങ്ങളിലേക്ക് വന്നിരുന്നു. പക്ഷെ ഇതെല്ലാം റെഡ്യൂസ് ചെയ്തു തുടങ്ങി. അതുകൊണ്ട് പല രോഗികളും കാറിന് പട്ടണത്തിലേക്ക് വരേണ്ടിയിരിക്കുന്നു. അതൊരു വലിയ പ്രശ്നമായിട്ട് വില്ലേജിലെ മനുഷ്യർ കാണുന്നുണ്ട്. പല ആസ്പത്രികളും അവരുടെ കോസ്റ്റ് കവർ ചെയ്യാൻ പറ്റാതെ ഇൻസോൾവെന്റിലേക്ക് പോകുന്നു. അതായത് കൂട്ടിക്കെട്ടി പോകുന്നു. അവർക്ക് ഇത് നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കുന്നില്ല. വേറെ പല സിസ്റ്റത്തിലും നടക്കുന്ന കാര്യങ്ങള് പലപ്പോഴും കറപ്ഷനാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് പണ്ട് ഈ ആസ്പത്രികൾക്ക് കോസ്റ്റ് കവർ ചെയ്യാൻ ഇൻഷുറൻസ് കമ്പനിക്കാർ നൽകിയിരുന്നത് ഈ രോഗികളുടെ അവിടെ കിടന്ന സമയത്തെ അനുസരിച്ചായിരുന്നു. അതായത് എത്ര നാൾ അവർ അവിടെ കിടക്കുന്നു അതനുസരിച്ച് ആസ്പത്രികൾ ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും കാശ് സ്വീകരിച്ചിരുന്നു. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ആസ്പത്രികളെ അടക്കി രോഗികളെ ആവശ്യമില്ലാതെ കൂടുതൽ നാൾ കിടത്തും. പണ്ട്
പണ്ടത്തെ കഥ. പണ്ടത്തെ, അതായത് ഇപ്പൊ ഉദാഹരണമായിട്ട് വെള്ളിയാഴ്ച രോഗിക്ക് വീട്ടിൽ പോകാൻ സാധിക്കുമായിരുന്നെങ്കിലും ശനിയാഴ്ച ഞായറാഴ്ച ഈ രോഗികളെ അവിടെ കിടത്തും. പക്ഷെ വീക്കെൻഡിൽ അവിടെ ശുശ്രൂഷ കുറയും. എങ്കിലും ഈ ഇൻഷുറൻസ് കമ്പനികള് ഇതിന്റെ ഫീസ് കൊടുക്കാൻ നിർബന്ധിതരായിരുന്നു. അതിൽ നിന്ന് പിന്നീട് അവര് തീരുമാനിച്ചു, അവിടെ ചെലവഴിക്കുന്ന സമയം വെച്ചിട്ടല്ല, പ്രത്യുത ഓരോ കേസ് ബേസിസിൽ ഫ്ലാറ്റ് റേറ്റ് കൊടുക്കും. അതായത് കിടക്കുന്ന സമയമല്ല നോക്കേണ്ടത്, ഓരോ കേസാണ്. ഇപ്പൊ മുട്ട് ഓപ്പറേഷന് ഇത്ര കാശ്, പ്രസവത്തിന് ഇത്ര കാശ്, ഹാർട്ട് ഓപ്പറേഷന് ഇത്ര കാശ്. അതായത് ഫ്ലാറ്റ് റേറ്റ് പെർ കേസ്. അതിനാണ് ഫാൾ പൗഷാല് എന്ന് ജർമ്മൻ ഭാഷയിൽ പറയും. അതിന് പല ആശുപത്രികളിലും കേസുകളുടെ എണ്ണം കൂട്ടാൻ തുടങ്ങി. പലതരത്തില് കേസുകളുടെ എണ്ണം കൂട്ടി തുടങ്ങിയപ്പോ വീണ്ടും ഇൻഷുറൻസ് കമ്പനിക്കാര് കൂടുതൽ പണം കൊടുക്കാൻ നിർബന്ധിതരായി. അപ്പൊ അതിൽ നിന്ന് ഇപ്പോ മാറിയിരിക്കുക പുതിയ സിസ്റ്റം ഫോർ ഹാൾട്ട് പൗഷാല് എന്ന് പറയും. അതായത് ഏത് സാഹചര്യങ്ങൾ വന്നാലും ഓപ്പറേറ്റ് ചെയ്യാനോ ശുശ്രൂഷ ചെയ്യാനുള്ള സ്ട്രക്ചർ ഞങ്ങൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. അതായത് റിസർവ്ഡ് ഫ്ലാറ്റ് റേറ്റ് ആണ്. അതായത് അവർ ഓപ്പറേറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും, ശുശ്രൂഷ ചെയ്താലും ചെയ്തില്ലെങ്കിലും, അവരുടെ ഇൻസ്ട്രുമെന്റും അവരുടെ പേഴ്സണലും അവരുടെ എല്ലാ സ്ട്രക്ചറും റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതും കോസ്റ്റാണല്ലോ. ആ കോസ്റ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഫോർ ഹാൾട്ട് പൗഷാല്, അതായത് റിസർവ്ഡ് ഫ്ലാറ്റ് റേറ്റ് ആയിട്ട് മാറ്റുക. അപ്പൊ ഇതെല്ലാം ഈ റിഫോർമിൽ ഉള്ളതാണ്. അപ്പൊ ഇതുകൊണ്ട് ജോലിക്കാരുടെ എണ്ണം കുറയുമോ? അതായത് പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ മലയാളികൾ ഇഷ്ടം പോലെ നഴ്സിംഗ് മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ പല ഇപ്പം എല്ലാവരും നേഴ്സാവെന്ന് പറയുമ്പോഴും അതിൻ്റെ കാറ്റഗറി തിരിച്ചു വരുമ്പോൾ സ്പെഷ്യലൈസ് ചെയ്തൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇവർക്കൊക്കെ തന്നെ ഒരു ജോലി സാധ്യത കുറയുമോ എന്നുള്ള കാര്യം ഈ കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ ഇപ്പൊ ഇവിടുത്തെ ഈ ഒരു വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ അടുത്ത് പലരും ചോദിച്ചു. കാരണം മാതാപിതാക്കൾ നാട്ടിലിരിക്കുന്നു, അവരുടെ മക്കളെ ഇങ്ങോട്ട് വിട്ടു, ജോലി ചെയ്യുന്നു, നല്ല നിലയിൽ അവർ പൈസ നാട്ടിലോട്ട് അയക്കുന്നു. അപ്പൊ ഇവർക്കൊക്കെ എന്തെങ്കിലും തട്ടുകേട് കിട്ടുമോ എന്നുള്ള ഒരു ചോദ്യമാണ് എന്നോട് ചോദിച്ചത്. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും സ്റ്റെല്ലൻ അബവ് ജർമ്മൻ ഭാഷ പറയാണ്. അതായത് ഓരോരുത്തരുടെയും ജോലിക്ക് കോട്ടം തട്ടുമോ എന്നുള്ള ഒരു കാര്യം എങ്ങനെയാണ് എന്ന് പറയാൻ? ആയിരക്കണക്കിന് എംപ്റ്റി പ്ലേസസ് ആണ് ഇവിടെ ഉള്ളത്. ഇപ്പോഴേ തന്നെ ആയിരക്കണക്കിന് നേഴ്സുമാരെ അന്വേഷിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ആസ്പത്രികൾ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ജോലി കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ ഒരു സംഗതി ക്ലിയർ ആണ്, ഇപ്പോഴത്തെ റിഫോം വെച്ചിട്ട് ഗവൺമെന്റ് ആലോചിക്കുന്നത് പല സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അസുഖങ്ങൾക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആസ്പത്രികളെ ഫോം ചെയ്യുക. ഇപ്പോ നടക്കുന്ന കാര്യം എന്നാന്ന് വെച്ചാൽ ഏകദേശം 1030 ആസ്പത്രികൾ ജർമ്മനിയിലുണ്ട്. അതില് പല ആസ്പത്രികളും എല്ലാ സബ്ജക്റ്റുകളും, എല്ലാ ഫാക്കൽറ്റീസും കീപ്പ് ചെയ്യുന്നു. പക്ഷെ ഒരു ഫാക്കൽറ്റിയും പൂർണ്ണമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോ ജർമ്മൻ ഗവൺമെന്റ് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആസ്പത്രികൾ ഉണ്ടാകുക. അപ്പൊ ഉദാഹരണമായിട്ട് ക്യാൻസറിന് വേണ്ടിയിട്ട് ഉണ്ടെങ്കിൽ എല്ലാ ആസ്പത്രികളിലും ഇത് കൈകാര്യം ചെയ്യരുത്, അതിന്റെ സ്പെഷ്യൽ ഹോസ്പിറ്റലിൽ മാത്രം പോകാൻ. അപ്പൊ ഇപ്പൊ ഉള്ളത് മിക്ക ആസ്പത്രികളിലും എല്ലാം കൈകാര്യം ചെയ്യും. അപ്പൊ അതിന്റെ ക്വാളിറ്റി കുറഞ്ഞു. അതിന് പകരം ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് സാധാരണ ആസ്പത്രികളിൽ
സാധാരണ കേസുകൾ കൈകാര്യം ചെയ്യുക, സ്പെഷ്യൽ കേസുകൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആസ്പത്രികളിൽ കൈകാര്യം ചെയ്യുക. അപ്പൊ അപ്പൊ ഇപ്പൊ നമ്മൾ ജോലി അന്വേഷിക്കുന്ന നഴ്സുമാർക്കൊക്കെ പ്രധാനമായിട്ട് കിട്ടാൻ പോകുന്നത് മിക്കവാറും ഈ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആസ്പത്രികളിൽ കൈകാര്യം ചെയ്യുന്ന പട്ടണങ്ങളിലായിരിക്കും കൂടുതൽ. പിന്നെ നമ്മുടെ നഴ്സുമാർക്ക് കിട്ടാനുള്ള ഏറ്റവും കൂടുതൽ സാഹചര്യം ഓൾഡ് ഏജ്ഡ് ഹോമിലായിരിക്കും. കാരണം ജർമ്മൻ സൊസൈറ്റിയിലെ ജർമ്മൻ പോപ്പുലേഷൻ എപ്പോഴും പ്രായമായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ പ്രായമായവരെ കെയർ ചെയ്യുന്ന കെയർ ഹോമുകളുടെ എണ്ണം ഇനിയും കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ അവിടേക്കാണ് ഏറ്റവും കൂടുതൽ പേഴ്സണലിന് ആവശ്യം വരുന്നത്. അപ്പൊ ഏതായാലും ജോലി എങ്ങനെയും ഇവിടെ അവൈലബിൾ ആണ്. വ്യത്യാസം ഇത്രേ ഉള്ളൂ, ഇപ്പോ എല്ലാ ആസ്പത്രികളിലും എല്ലാ കേസുകളും കൈകാര്യം ചെയ്യില്ല. കുറെ ആസ്പത്രികളിൽ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. മറ്റു ആസ്പത്രികൾ നോർമൽ ആയിട്ടുള്ള അസുഖങ്ങൾ കൈകാര്യം ചെയ്യും. അതായത് ഒറ്റവാക്കി പറയുകയാണെങ്കിൽ ആശുപത്രിയുടെ ശേഷിയെ അടിസ്ഥാനമാക്കി ഗ്രൂപ്പ് തിരിച്ച് അവര് സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽ എന്നുള്ള ഒരു ലേബലും കൂടെ കൊടുത്ത് അവരെ കാർഡിയോളജി അല്ലെങ്കിൽ ഓങ്കോളജി അല്ലെങ്കിൽ ആ തരത്തിൽ മാറ്റിക്കൊണ്ട് മറ്റുള്ളത് നോർമൽ കാറ്റഗറിയിൽ വെച്ച് അവരുടെ ചികിത്സയും നടത്തിയെടുക്കുക എന്നുള്ളതല്ലേ ഭാവിയിൽ വരാൻ പോകുന്നു. അതെ, ചില സ്റ്റഡികൾ പറയുന്നുണ്ട് ക്യാൻസർ ഭേദമാക്കാൻ പറ്റുമായിരുന്നു ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ പോകുമായിരുന്നെങ്കിൽ, നേരത്തെ തന്നെ പോകുമായിരുന്നെങ്കിൽ. പക്ഷെ അതിന് പകരം ഇവിടെ സാധാരണ ആസ്പത്രികളിൽ അത് കൈകാര്യം ചെയ്തതിന് ശേഷമാണ് പിന്നെ വേറെ വല്ലയിടത്തേക്കും വിടുന്നത്. അപ്പൊ ആ രോഗി പെട്ടെന്ന് മരിക്കുന്നു. ഇത് കേസ് സ്റ്റഡികൾ വഴി കണ്ടുപിടിച്ചതാണ്. പക്ഷെ ഇതിലെ ഒരു പ്രധാന പ്രശ്നം ഇത്രേ ഉള്ളൂ. ഇപ്പൊ ഉദാഹരണമായിട്ട് കൊളോണിലെ യൂണിവേഴ്സിറ്റി ക്ലിനിക്സ് ഇതിൽ നിന്ന് പ്രോഫിറ്റ് ചെയ്യും. ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനമുള്ള ഒരു ഹോസ്പിറ്റൽ, ഒരു യൂണിവേഴ്സിറ്റി ക്ലിനിക്കാണല്ലോ. അങ്ങനെ മറ്റ് മ്യൂണിച്ചും ബെർലിനും എല്ലാം വലിയ പട്ടണങ്ങളിലൊക്കെ. പക്ഷെ ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം വില്ലേജുകളിൽ ഇത് വളരെ പ്രശ്നമായിരിക്കും. അവർക്ക് സ്പെഷ്യലൈസ്ഡ് വേണമെങ്കിൽ അവർ എപ്പോഴും ഈ പട്ടണത്തിൽ അല്ലെങ്കിൽ ഈ സെന്റേഴ്സിൽ പോയിക്കൊണ്ടിരിക്കും. എല്ലാം പട്ടണങ്ങളായിരിക്കണമെന്നില്ല, ഇവർക്ക് പുതിയ സെന്റേഴ്സ് പണിയാൻ പറ്റും. പക്ഷെ ഇങ്ങനെയുള്ള സെന്റേഴ്സ് സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽസ് വരുമ്പോ ടോട്ടൽ ആസ്പത്രികളുടെ എണ്ണം കുറയും. അത് എന്റെ അറിവനുസരിച്ച് ഗവൺമെന്റ് അല്ലെങ്കിൽ മന്ത്രിയുടെ ഒരു വലിയ ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം 1900 ഹോസ്പിറ്റലുകളെ തെരഞ്ഞെടുത്തിട്ട് അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റിലൂടെ 1700 പേരെ സ്ഥിരപ്പെടുത്തി, ആശുപത്രികളെ. എന്നിട്ട് അവർക്ക് മതിയായ സമയം കൊടുത്തുകൊണ്ട് ക്രൈറ്റീരിയ മാറ്റം വരുത്താനായിട്ട് സമയം കൊടുത്തുകൊണ്ട് ഇവരെ എല്ലാം തന്നെ ഇപ്പം സ്പെഷ്യലൈസ്ഡ് ആണെങ്കിൽ അങ്ങോട്ട് മാറ്റിക്കോണം, ഇനി നോർമലായിട്ടാണെങ്കിൽ ഗവൺമെന്റ് ഫണ്ടോടുകൂടി ഒരു പുതിയ സംവിധാനത്തിലേക്ക് വരണം എന്നുള്ളതാണ് മന്ത്രിയുടെ ആ ഒരു ലക്ഷ്യബോധം. പക്ഷെ ഇതാണ് മുമ്പ് നമ്മൾ തമ്മിൽ സംസാരിച്ചിരുന്ന കാര്യത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള ആശയ വിനിമയത്തിലൂടെ അതുപോരാ, ഇത് വേണ്ട എന്നുള്ള ഒരു തർക്കം നടന്നുകൊണ്ടിരിക്കും. അതെ, അതായത് ഇപ്പൊ ഒരു ആസ്പത്രിയിൽ നിന്ന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അസുഖങ്ങളുടെ സ്ട്രക്ചർ മാറ്റുമ്പോൾ അവർ വേറെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആസ്പത്രിയിലേക്ക് മാറുമ്പോൾ ഇവർക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന സ്ട്രക്ചർ മാറ്റേണ്ടി വരും. പക്ഷെ ഈ മാറ്റേണ്ടി വരുന്നതിലും കോസ്റ്റ് ഉണ്ടാവും. ആ ആസ്പത്രി പുതിയ വേറെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും. അപ്പൊ ഇങ്ങനെയുള്ള സ്ട്രക്ചറൽ ചേഞ്ച് വരുന്ന ആസ്പത്രികൾക്ക് വേണ്ടിയിട്ട് ഈ റിഫോം വഴി ഗവൺമെന്റ് സൂഷൂസ് അല്ലെങ്കിൽ സബ്സിഡി നൽകാമെന്നാണ് പറഞ്ഞു വെച്ചത്. എനിക്ക് തോന്നുന്നുണ്ട് 131 മില്യൺ യൂറോ അതിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ ഒരു പോർഷ്ലാഗ്
വന്നതാണ്. അത് അത്രയും കൊടുക്കുകയോ ഇല്ലയോ നമുക്കറിയില്ല. പക്ഷേ ഇത്രയൊരു ഇത്രയൊരു തുക അവർ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനത്ര ഗനയവും കിട്ടുമെന്നുള്ളത് നമുക്കറിയില്ല. ലാസ്റ്റ് ഇതിന്റെ അവസാന ഭാഗത്ത് ഗവൺമെന്റ് പറയുന്നു ഇത്രേ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നുകൊണ്ട് വേണം ഈ പറഞ്ഞ റിഫോംസ് ആശുപത്രിക്കകത്ത് തന്നെ നടത്തിയെടുക്കാൻ. അതെ. പിന്നെ വേറെ ഒരു കാര്യം, ഈ സ്ട്രക്ചറൽ ചേഞ്ച് വരുമ്പോൾ പല ആസ്പത്രികളിലും പുതിയ ഇൻവെസ്റ്റ്മെന്റ് വരും. ആ ഇൻവെസ്റ്റ്മെന്റ് ഹ്യൂജ് എമൗണ്ട് ആണ് കോസ്റ്റ്. അത് ആര് കൈകാര്യം ചെയ്യും എന്ന് ഉള്ളത് ഇതുവരെയായിട്ടും വളരെ ക്ലിയർ ആക്കിയിട്ടില്ല. ഇല്ല, അതിന് തീരുമാനമായിട്ടില്ല. പക്ഷെ ഇതിനിടയിൽ ഒരു വലിയ ക്രിറ്റിസിസം വന്നത് അത് അങ്ങള് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ കാരിത്താസിന്റെ അണ്ടറിലുള്ള ആശുപത്രികളെല്ലാം തന്നെ ഏകദേശം ഒരേ ലെവലിൽ പോകുമ്പോൾ ഇവരെല്ലാം അവരുടെ ആ ഒരു സാമ്പത്തികം അവർക്ക് ഉള്ളത് കൊണ്ട് അവർ കൂടുതലായിട്ട് മറ്റ് ആശുപത്രികൾക്ക് തട്ടുകേട് വരത്തക്ക രീതിയിൽ അവർ പോവുകയാണെങ്കിൽ ഇവർ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. മറ്റൊരു പിന്നെ ഇൻസോൾവെന്റ് ആയിട്ടോ അല്ലെങ്കിൽ പൂട്ടിക്കെട്ടി പോകേണ്ട ഒരു അവസ്ഥയും വരുമെന്നുള്ള ഒരു ക്രിറ്റിസൈസ് ഇപ്പം പല അസോസിയേഷനും ഡോക്ടേഴ്സിന്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയായിരിക്കും ഇവരൊരു ഫോമുലയിലേക്ക് വരുന്നത്? അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടോ? അങ്ങനെയുള്ള ക്ലിയർ ആയിട്ട് എനിക്ക് പറയാൻ സാധിക്കുകയില്ല. പക്ഷെ ഒരു കാര്യം ശരിയാണ്, കോമ്പറ്റീഷൻ, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആസ്പത്രികൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ വാസ്തവത്തിൽ കുറയാനാണ് വഴി. കാരണം മറ്റുള്ള ആസ്പത്രികളിൽ നിന്നും ഈ പേഷ്യൻസ് ഇങ്ങനെ വന്നാലും ഇവർക്ക് ഒരു കപ്പാസിറ്റിയുടെ ലിമിറ്റ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് ഈ ആസ്പത്രികൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ, അതായത് ആവശ്യമില്ലാത്ത ചികിത്സകളൊക്കെ നടത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പൊ ഉള്ളത്, അത് കുറയാൻ വഴിയുണ്ട്. പക്ഷെ ഇതിലെ ഏറ്റവും വലിയ ചലഞ്ച് ഇപ്പോൾ പ്രവർത്തിക്കുന്ന പേഴ്സണൽ, അവർക്ക് പുതിയ എക്സ്പീരിയൻസ് ലഭിക്കേണ്ടി വരും. അവർക്ക് ഇപ്പോ കൂടുതൽ ഈ റിഫോം വഴി പരിശ്രമിക്കുന്നത് ഡിജിറ്റൽ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, ഇലക്ട്രോണിക് സിസ്റ്റം, ഡിജിറ്റൽ സിസ്റ്റം ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പല പേഴ്സണൽ ഇപ്പൊ എക്സിസ്റ്റ് ചെയ്യുന്ന പേഴ്സണലിന് പലർക്കും ഇത് കൈകാര്യം ചെയ്യാനായിട്ട് പ്രയാസമാണ്. ഇത് പഠിച്ചെടുക്കാനായിട്ട് ഒരുപാട് ഈ പേഴ്സണലിന്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ആസ്പത്രികൾ ചെലവാക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇപ്പൊ ഇന്ത്യയിൽ നിന്നും വരുന്ന പേഴ്സണലിനും ഈ ഡിജിറ്റൽ സിസ്റ്റം അറിഞ്ഞിരിക്കേണ്ട സ്ഥിതി വരും. ഇതിൽ ഏറ്റവും വലിയ റെസിസ്റ്റൻസ് ഉള്ളത് പലർക്കും ഈ ചേഞ്ച് സ്വീകരിക്കാനുള്ള മനസ്സിന്റെ സന്നദ്ധത, റെസിസ്റ്റൻസ് ആണ് കൂടുതലുള്ളത്, അക്സെപ്റ്റൻസ് അല്ല. പക്ഷെ അക്സെപ്റ്റ് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് ഇപ്പൊ അങ്കിള് പറഞ്ഞ ആ ഒരു ഭാഗമുണ്ട്. അത് നമ്മുടെ മലയാളികളെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ്. അത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ 3 അല്ലെങ്കിൽ നഴ്സിംഗ് പഠിച്ച് പാസ്സായിട്ട് 1 കൊല്ലത്തെ അല്ലെ 2 കൊല്ലത്തെ ആ ഒരു എക്സ്പീരിയൻസോടുകൂടിയാണ് പലരും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ റിഫോർമേഷൻ കംപ്ലീറ്റ് വന്ന് അല്ലെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അടുത്ത കൊല്ലം തുടങ്ങുകയാണെങ്കിൽ, ഇപ്പൊ ഏതെങ്കിലും മാസത്തിൽ തുടങ്ങുകയാണെങ്കിൽ പോലും ഇവർക്കൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയില്ലേ? തീർച്ചയായിട്ടും ആദ്യം ഉണ്ടാവും. പക്ഷെ ഇന്ത്യക്കാര് പൊതുവെ ഡിജിറ്റൽ സിസ്റ്റത്തിൽ പെട്ടെന്ന് പഠിക്കുന്ന കൂട്ടരാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പോ അതുകൊണ്ട് അവർക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകും, പക്ഷെ സമയമെടുക്കും. അതുപോലെ തന്നെ ആശുപത്രിയുടെ മേൽനോട്ടത്തിൽ ഇപ്പം പല പ്രാങ്ക് ഹൗസുകളും ഓരോ ഗ്രൂപ്പ് തിരിച്ചായതുകൊണ്ട് അവരുടെ മേൽനോട്ടത്തിൽ ഇന്റേണൽ കോഴ്സുകൾ, ഇത് 2 ആഴ്ചത്തെ കോഴ്സ് ഇന്നതിന് പോയി പഠിച്ചിട്ട് അങ്ങനെയുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടല്ലോ, നിലവിലുണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങള് ഈ വരുന്നവര് ഇപ്പം താല്പര്യമുള്ള വിഷയത്തിൽ, ഇപ്പൊ ഏതെങ്കിലും അനസ്തസിയിലാണെങ്കിലും അല്ലെങ്കിൽ ഗൈനക്കോളജി വിഭാഗത്തിലാണെങ്കിലും താല്പര്യമുള്ള ആ ഒരു വിഷയത്തിൽ ഊന്നിക്കൊണ്ട് അങ്ങനെ പോയി പഠിക്കുന്നത് ഇവരെ സംബന്ധിച്ചൊരു വലിയ നേട്ടമായിരിക്കും. കാരണം ഇതിനെല്ലാം പുതിയ മുമ്പേ പറഞ്ഞ പോലെ ശ്ലാഘുകൾ കൂടുതലായിട്ട് വരാൻ പോകുന്ന ഒരു അവസരമുണ്ട് ഇങ്ങനെ റിഫോം നിലവിൽ വരുമ്പോൾ.
അതിനെ പ്രോത്സാഹിപ്പിക്കും. അതിനു വേണ്ടിയിട്ടുള്ള ഫൈനാൻസിങ് ഇവിടുത്തെ ഹോസ്പിറ്റൽസ് റെഡിയാക്കി കൊടുക്കും. അപ്പം നിലവിലുള്ള ശമ്പളത്തിൽ നിന്ന് ഒത്തിരി വ്യത്യാസങ്ങൾ കിട്ടും. അപ്പൊ അത് എനിക്ക് തോന്നുന്നത് നമ്മളെ കേൾക്കുന്നവര്, അതിന് ഇവിടെ വന്നിട്ടുള്ളവര് ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ അവര് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അങ്ങനെയുള്ളവര് ദയവായിട്ട് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ചെറുപ്പക്കാരാണ് ഇങ്ങോട്ട് വന്ന് കുടിയേറുന്നത്. 25, 27, ചിലപ്പോൾ അതിലും താഴെയും അല്ലെ 30 ഉള്ള ആൾക്കാർ 65 അല്ലെ 67 വയസ്സ് വരെ ജോലി ചെയ്യുമ്പോഴൊക്കെ നമ്മുടെയൊക്കെ അന്നത്തെ കാലം നമുക്കറിയില്ല എങ്കിൽ പോലും കുറഞ്ഞ കാലയളവിനുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ജോലി ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ശമ്പളം കിട്ടും. നിങ്ങൾ 67 വരെ ജോലി ചെയ്യണമെന്ന് ആരും പറയത്തില്ല. മിതമായി ജീവിക്കാനുള്ളത് കിട്ടുമ്പം പെൻഷനിലേക്ക് കടക്കാമല്ലോ. അപ്പൊ അതൊരു നല്ല ആശയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ശ്രമിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ നമുക്കിപ്പം ഉപദേശിക്കാനുള്ളൂ. പിന്നെ ഈ റിഫോമില് ഏറ്റവും വലിയ ക്രിറ്റിസിസത്തില് ഒന്ന് ബ്യൂറോക്രസിയാണ്. അതായത് ഈ റിഫോം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഒബ്സർവേഷനും ഒരുപാട് അനാലിസിസും ഒരുപാട് എവാലുവേഷനും ഒരുപാട് റിപ്പോർട്ടിങ്ങും ആവശ്യം വരികയാണ്. അതായത് ഇപ്പൊ തന്നെ നേഴ്സുമാരുടെ ജോലിയിൽ ഒരു പ്രധാന ഭാഗം റിപ്പോർട്ടിംഗ് ആണ്. ഈ റിപ്പോർട്ടിംഗ് സിസ്റ്റം ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് ഒന്നുകൂടി വരും. കാരണം ഇപ്പൊ ഈ നമ്മൾ പറഞ്ഞല്ലോ 4 ഹാൾട്ട് പൗഷാല, അതായത് കാശ് റിസർവ് ചെയ്യുന്നു എന്നുള്ളത്. ഏകദേശം 60% കാശ് ഈ ആസ്പത്രി ഓപ്പറേറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഈ ആസ്പത്രിക്ക് ലഭിക്കും. കാരണം അവർ റെഡി ആയിരിക്കുകയാണല്ലോ അവരുടെ സ്ട്രക്ചറുകൊണ്ട്. അപ്പോ അടുത്ത വർഷം ഈ ഫ്ലാറ്റ് റേറ്റ് നിശ്ചയിക്കുന്നത് കഴിഞ്ഞ വർഷം ഈ ആസ്പത്രിയിൽ നടന്ന ഓപ്പറേഷന്റെ റിപ്പോർട്ടും മറ്റ് ശുശ്രൂഷകളുടെ റിപ്പോർട്ടും അനുസരിച്ചായിരിക്കും. അവിടെ അധികം നടന്നില്ലെങ്കിൽ അവർക്ക് ലഭിക്കാൻ പോകുന്ന ഫ്ലാറ്റ് റേറ്റ് കുറയും. അപ്പൊ അതിന് റിപ്പോർട്ടിംഗ് ആവശ്യമാണ്. അപ്പൊ ഈ അസസ്മെന്റ് ഒക്കെ ഒരുപാട് സമയമെടുക്കും. അതിനാണ് പറയുന്ന ബ്യൂറോക്രസി. അതായത് ഡോക്യുമെന്റേഷൻ എന്നുള്ള കാര്യം തന്നെ. അതൊരു വലിയ ക്രിറ്റിസിസമാണ്. അതെ. അതുപോലെ വേറൊരു കാര്യം മന്ത്രി പ്രത്യേകം എടുത്തു പറഞ്ഞത്, ഇപ്പൊ ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന അല്ലെ ഏതെങ്കിലും ലൊക്കേഷൻ എടുത്താൽ അവിടുന്ന് 40 മിനിറ്റിനുള്ളിൽ കൃത്യമായിട്ടും ആ രോഗിയായിട്ട് ബന്ധപ്പെട്ട രോഗം എന്താണോ അതിന് ഉള്ളിൽ തന്നെ ആ ആശുപത്രിയിൽ ചെന്നെത്താനുള്ള ഒരു സമയവും അതിൻ്റെ ട്രാൻസ്പോർട്ടേഷനും വളരെ കൃത്യമായിരിക്കണം എന്ന് ഈ ബില്ലിൽ പറയുന്നുണ്ട്. അത് മന്ത്രിയുടെ സ്വപ്നവും ആഗ്രഹമാണ്. അതെ. അല്ല, അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒരു പ്രൊഫസറാണ്, അതോടൊപ്പം വൈദഗ്ധ്യമുള്ള ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് മോശം വരില്ല എങ്കിൽ പോലും അത് ഇവിടുത്തെ ഗവൺമെന്റും അല്ലെങ്കിൽ മറ്റ് ഇപ്പം പറഞ്ഞ പ്രതിപക്ഷവും ഭരണപക്ഷവും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രീമിയുണ്ടല്ലോ, അവരത് പാസ്സാക്കിയെങ്കിൽ മാത്രമല്ലേ ഇത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതെ. പിന്നെ ടെക്നിക്കലായിട്ട് ട്രാൻസ്പോർട്ട് സിസ്റ്റവും അതിൽ കോപ്പറേറ്റ് ചെയ്യണമല്ലോ. പിന്നെ തീർച്ചയായിട്ടും ഇപ്പോ എല്ലാ രോഗികളെയും ഈ മറ്റേ ഹെലികോപ്റ്റർ കൊണ്ടൊന്നും കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അതില്ല. അപ്പൊ ഈ ഇവിടുത്തെ നല്ല റോഡൊക്കെ ആണെങ്കിലും പലപ്പോഴും യാത്രയൊക്കെ പ്രശ്നമായിട്ട് വരാം. അപ്പൊ അതുകൊണ്ട് ഈ കൃത്യം 40 മിനിറ്റൊക്കെ ഒരു പ്ലാനിങ് ആണ്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഇതിനകത്ത് ഒരു ഗുണനിലവാരത്തിനുള്ള മാറ്റങ്ങൾ കൂടുതലായിട്ടുണ്ടാവും എന്നുള്ള ഇവർ പറയുന്നുണ്ട്. അത് എത്രമാത്രം ഫലവത്താവും? അത് ഈ പ്രൊഫസർ ലൗഡർബാഖിന്റെ പുള്ളി മെഡിക്കൽ ഡോക്ടറാണ്. അതെ. അദ്ദേഹത്തിന്റെ ആഗ്രഹത്തില് ഈ എല്ലാ ആസ്പത്രികളുടെയും ചികിത്സയുടെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി കൂട്ടണം എന്നുള്ളതാണ്. ആ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സിനും നേഴ്സുമാർക്കും അവിടെയുള്ള ഇൻവോൾവ് ആയിട്ടുള്ള പേഴ്സണലിന് കൂടുതൽ
എഡ്യൂക്കേഷൻ കൊടുക്കുക, കൂടുതൽ പ്രാക്ടീസ് കൊടുക്കുക, ഇങ്ങനെയുള്ള ആഗ്രഹത്തോടു കൂടി അവര് പണം റിസർവ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോ ക്വാളിറ്റി അപ്ലിഫ്റ്റിംഗ്, ക്വാളിറ്റി ബെറ്റർമെന്റ് ആണ് ഒരു ലക്ഷ്യം. പക്ഷെ എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തില് ഇപ്പോ ഏറ്റവും കൂടുതൽ അവര് ആഗ്രഹിക്കുന്നത് ആസ്പത്രികളുടെ മരണം ഒഴിവാക്കുക. കാരണം അത്രമാത്രം പല ആസ്പത്രികളും ഇൻസോൾവെന്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. പല ആസ്പത്രികളും ഡിസപ്പിയർ ചെയ്യുന്നു, അപ്രത്യക്ഷമാകുന്നു. ഇങ്ങനെയുള്ള ഒരു ട്രെൻഡ് സ്റ്റോപ്പ് ചെയ്യുക. അതോടൊപ്പം തന്നെ ക്വാളിറ്റി ബെറ്റർ ആക്കുക. കഴിഞ്ഞ ഇടയ്ക്ക് നിരവധി വാർത്തകൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഉണ്ടായിരുന്നു. പലതും അടച്ചുപൂട്ടി അല്ലെങ്കിൽ ഇൻസോൾവെന്റ് ആയി എന്നുള്ള കഥ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കിക്കഴിയുമ്പോൾ അവിടുത്തെ സ്റ്റാഫ്, ഇപ്പൊ ഒരു ആശുപത്രിയിലൊരു 130 സ്റ്റാഫ് മൊത്തത്തിലുണ്ടെങ്കിൽ ഇവരെയൊക്കെ തന്നെ അബ്സോർബ് ചെയ്യാനായിട്ട് പുതിയ ഒരു ആശുപത്രി തയ്യാറാകുമോ? ഇപ്പം നമ്മുടെ മലയാളികൾ വന്നിട്ടുണ്ട്, ഇവർക്കാർക്കും ജോലി പോകരുതെന്നുള്ള ഒരു താല്പര്യത്തോടുകൂടി തന്നെ പറയുന്നു. ഇങ്ങനെ വല്ലതും സംഭവിച്ചാൽ അവർക്ക് അതിനുള്ള അബ്സോർബിങ് കപ്പാസിറ്റി മറ്റ് ആസ്പത്രികളിലുണ്ട്. കാരണം ധാരാളം ആസ്പത്രികൾ ഇപ്പോഴും പേഴ്സണലിനെ അന്വേഷിച്ച് ലഭിക്കാതിരിക്കുകയാണ്. ബസറ്റ്സ് ആണ്. അതെ. അപ്പോ ഇതിലെ ഒരു പ്രത്യേക സംഗതി ഇത്രയേ ഉള്ളൂ. ഒരു ആസ്പത്രിയിൽ വന്നു, അത് ഇൻസോൾവെന്റ് ആണെങ്കിൽ അവിടെ നിന്നും മൂവ് ചെയ്യാൻ മൊബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറായിരിക്കണം. ജോലി സ്ഥലമുണ്ട്, ജോലി സ്ഥലം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനിയും ജോലി സ്ഥലത്തിന്റെ എണ്ണം കൂടും. സ്ഥലം അതനുസരിച്ചുള്ള പേഴ്സണലിന് ഇവർക്ക് ലഭിക്കുന്നില്ല. അത് ഈ ആസ്പത്രികളിൽ. പക്ഷെ അതുകൂടാതെ ഓൾഡ് ഏജ് ഹോമുകളിൽ ധാരാളം വേക്കന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഇവരുടെ കണക്കനുസരിച്ച് ഏതാണ്ട് 14,000-ലധികം ഓൾഡ് ഏജ് ഹോമുകൾ ഇവിടെ ഉണ്ട്. അപ്പൊ അതിലൊക്കെ തന്നെ ഈ പറഞ്ഞ രീതിക്ക് ജോലി സാധ്യത ഏറ്റവും മുന്തിയതായിട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. പലരും ഇപ്പം നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾക്ക് പല മേഖലകളിൽ, ഇപ്പൊ ആശുപത്രിയിൽ എല്ലാവർക്കും ജോലി ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവരുണ്ട്. പക്ഷേ ഓൾഡ് ഏജ് ഹോമിൽ പോയി 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇല്ല, എനിക്ക് ഇവിടുത്തെ ജോലി താല്പര്യമില്ല, എനിക്ക് ആശുപത്രിയിലേക്ക് മാറണം. പക്ഷെ അപ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഇവർക്കാർക്കും തന്നെ ഇപ്പം B2 പാസ്സായിട്ട് വന്നിട്ടുണ്ടെങ്കിലും മതിയായ ഭാഷ, ആ ഒരു സ്റ്റാൻഡേർഡ് അവർക്കില്ല. അപ്പൊ അവർക്കൊരു തൻ്റെ ഇടമില്ല, ആശുപത്രിയിൽ ചെന്നാൽ ഞാൻ പിടിച്ചു നിൽക്കുമോ എന്നുള്ളൊരു കാര്യം. അപ്പൊ അതും ഈ അവസരത്തിൽ നമുക്കൊന്ന് പറയാൻ സാധിക്കും. വന്നു കഴിഞ്ഞാൽ പോലും നമ്മുടെ ഭാഷ ജ്ഞാനം കൂടുതലാക്കി വളർത്തിക്കൊണ്ടിരിക്കുക, ഭാഷ പഠിച്ചുകൊണ്ടേയിരിക്കുക, ഭാഷ ഏറ്റവും നന്നായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു ശേഷിയിലേക്ക് വരിക. അതുണ്ടെങ്കിൽ പിന്നെ എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാം എന്നുള്ള ഒരു കാര്യം ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭാഷ അറിയുക, പിന്നെ ഇവിടുത്തെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ സ്വല്പം തന്നെയെങ്കിലും മനസ്സിലാക്കുക, സ്വല്പം തന്നെയെങ്കിലും അംഗീകരിക്കുക, സ്വല്പം തന്നെയെങ്കിലും ഇന്റഗ്രേറ്റ് ചെയ്യുക. അതായത് നമ്മൾ ഇവിടുത്തെ സൊസൈറ്റിയിലെ ഒരു അംഗമായി നമുക്ക് ഫീൽ ചെയ്താൽ, അതനുസരിച്ച് പ്രവർത്തിച്ചാൽ നമ്മളെ ഇവിടത്തുകാർ അംഗീകരിക്കും. അത് നമ്മുടെ ജോലിക്കും സംതൃപ്തി നൽകും. ഇവരുമായിട്ടുള്ള കൂട്ടുകെട്ടിൽ നമുക്ക് ഒരു അർത്ഥം കിട്ടും, ഒരു സംതൃപ്തി ലഭിക്കും. അപ്പൊ ഭാഷ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്റെ ദോഷഫലങ്ങളെ പറ്റി ഇനി ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഏതായിരിക്കും? ഏറ്റവും വലിയ ദോഷഫലം ഞാൻ കാണുന്നത് ഇവിടുത്തെ റൂറൽ ഏരിയ, വില്ലേജുകളിലെ വ്യക്തികൾക്ക് ഈ ശരിയായിട്ടുള്ള ശുശ്രൂഷ, ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള കെയർ ലഭിക്കുവാനുള്ള സിസ്റ്റം ഈ റിഫോമിൽ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ബയൻ പോലെ ബവേറിയ, അതൊരു റൂറൽ സ്റ്റേറ്റ് ആണ്, വളരെ റിച്ച് സ്റ്റേറ്റ് ആണ്. പക്ഷെ
റൂറൽ ഏരിയയാണ്. ഉം. അപ്പൊ ഈ റിഫോം വഴി ഈ റൂറൽ ഏരിയയിൽ വില്ലേജുകളിലെ വ്യക്തികൾക്ക് ഉം. ശരിയായിട്ടുള്ള കെയർ ലഭിക്കുമോ, അല്ലെങ്കിൽ കൃത്യസമയത്ത് ലഭിക്കുമോ, ഒരു നല്ല ക്വാളിറ്റിയിൽ ലഭിക്കുമോ എന്നുള്ള സംശയം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പോ ആ കാര്യത്തിൽ എന്തെങ്കിലും പുതിയ പ്രൊപ്പോസൽ വരേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം അതിന്റെ കൂട്ടത്തിൽ ചേർക്കേണ്ട ഒരു കാര്യമാണ്, 90കളിൽ തുടങ്ങിയ ഒരു കാര്യമാണല്ലോ ജർമ്മനിയിലെ ഹോയ്സ്ലിഷെ ഫ്ലീഗ് അല്ലെങ്കിൽ ആംബുലാൻഡ് ഫ്ലീഗ് എന്ന് പറയുന്നത്. Yeah. അപ്പൊ അത് ഇപ്പം ഓരോ ഗ്രാമപ്രദേശമായാലും സ്റ്റാർട്ടായാലും അത് ഓരോ സ്ഥലം കേന്ദ്രീകരിച്ചാണ് വ്യക്തിഗതമായിട്ടും അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടും അല്ലെങ്കിൽ അതുപോലത്തെ ബോഡികളൊക്കെ തന്നെ ഇത് ഓണ്ടർ നെയ്മറായിട്ട് വരുന്നുണ്ട്. അപ്പം ഗ്രാമത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ആംബുലാൻഡ് ഡീൻസ്റ്റുകാർക്ക് അല്ലെ ആംബുലാൻഡ് ഹോയ്സ്ലിഷെ ഫ്ലീഗ് ഡീൻസ്റ്റ് എന്ന് പറയുമ്പോൾ അവർക്കതൊരു നേട്ടക്കൈയായിട്ട് ഈ ഒരു ആശുപത്രി പരിഷ്കരണം മാറാൻ സാധ്യതയുണ്ടോ? മാറാൻ സാധ്യതയുണ്ട്. പക്ഷെ അത്രയും അകലേക്ക് പോയി സെർവ് ചെയ്യാനായിട്ടുള്ള സംഘടനകൾ വേണം, വ്യക്തികൾ വേണം. അതായത് ഈ റിഫോമിലെ ഒരു പ്രത്യേകത പേഷ്യൻസിനെ ആശുപത്രി സെന്ററിലേക്ക് കൊണ്ടുവരികയാണ്. മറ്റേ ആംബുലാൻസ് ആയിട്ടുള്ള, അതായത് മൊബൈൽ ചെയ്യുകയാണെങ്കിൽ മെഡിക്കൽ പേഴ്സണൽ രോഗിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആ ചെല്ലുന്ന വിധം, ആ സിസ്റ്റം വളരെയധികം ബെറ്റർ ആക്കേണ്ടിയിരിക്കും. എന്നാലേ ഈ വില്ലേജിലെ മനുഷ്യരെ സെർവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷെ അത് തുടങ്ങിയ കാലത്ത് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഓടുന്നത്. കാരണം ഇതിന്റെ നേരിട്ടുള്ള കൺട്രോൾ എന്ന് പറയുന്നത് ക്രാങ്കൻ ഗാസയ്ക്കാണ്, അതായത് സ്റ്റാറ്റ്യൂട്ടറി ഇൻഷുറൻസ് കമ്പനികൾക്കാണ്. അപ്പൊ അവര് വേണം അതിന് റിഫോംസ് കൊണ്ടുവരാൻ. അതെ, ആ റിഫോം കൊണ്ടുവരുമ്പോ ഇതിന് ചെലവാകുന്ന പണം എങ്ങനെയെങ്കിലും നൽകേണ്ടി വരും. എവിടെ നിന്ന്? ഇപ്പൊ ഇൻഷുറൻസുകാർ ഒരു പക്ഷെ ആ കാശ് എടുത്തൊന്നും വരില്ല. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് തന്നെ ഇതിൽ എന്തെങ്കിലും ചെയ്യേണ്ടി വരും, സബ്സിഡി കൊടുക്കേണ്ടി വരും. അത് ചെയ്യാൻ ആകുമായിരിക്കും. കാരണം വില്ലേജിലെ വ്യക്തികളെ ശുശ്രൂഷിക്കേണ്ട കടമ നമ്മുടെ ഹോൾ സൊസൈറ്റിക്കുള്ളതാണ്. അല്ലെ, മൊത്തം ഇവിടുത്തെ ജനത്തിന്റെ മൊത്തം ആരോഗ്യം ഗവൺമെന്റിന്റെ കയ്യിലിരിക്കുമ്പോൾ ഗവൺമെന്റ് തന്നെയാണല്ലോ ഇക്കാര്യങ്ങൾക്കെല്ലാം തന്നെ ഒരു ലൂസും ഒരു കാര്യങ്ങൾ പിടിയിൽ കൊണ്ടുവരേണ്ടത്. ഇങ്ങനെയുള്ള ചർച്ചകള് ഇപ്പൊ ബവേറിയ പോലെയുള്ള സ്റ്റേറ്റ്, റൂറൽ ഏരിയാസ് ഒക്കെ കൂടുതലുള്ള സ്റ്റേറ്റുകൾ മിക്കവാറും ഈ നിയമം ജർമ്മൻ പാർലമെന്റിൽ പാസ്സായി കഴിഞ്ഞിട്ട് മിക്കവാറും സ്റ്റേറ്റിന് കൊടുക്കും. ഇത് ബുണ്ടസ്റാത്ത് എന്ന് പറഞ്ഞ, ഇപ്പൊ നമ്മുടെ രാജ്യസഭയെ പോലെ, ഉപരിസഭ രാജ്യസഭയെ പോലെ, അതായത് ഈ ഇവിടുത്തെ സ്റ്റേറ്റുകളുടെ റെപ്രസെന്റേറ്റീവ്സിനെ ഇരിക്കുന്ന സഭയാണ് ബുണ്ടസ്റാത്ത്. ആ സ്റ്റേറ്റുകളുടെ അസംബ്ലിയിൽ ഇത് പാസ്സാകണമെങ്കിൽ ഈ റൂറൽ ഏരിയാസ് കൂടുതലുള്ള ബവേറിയയെ പോലുള്ള സ്റ്റേറ്റുകളുടെ അംഗങ്ങൾ സമ്മതിച്ചിരിക്കണം. അപ്പൊ അതുകൊണ്ട് ഇനി വരുന്ന ചർച്ചകളിൽ റൂറൽ ഏരിയാസിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കോംപ്രമൈസ് അവർ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ പാസ്സാകാൻ പാടാണ്. ഇതെല്ലാം തന്നെ ഒരു ഫണ്ട് ബേസ്ഡ് കാര്യമായതുകൊണ്ട് ഗവൺമെന്റിനെ സംബന്ധിച്ച് ഇപ്പോൾ കൂടുതലായിട്ടുള്ള, ഇപ്പം യുദ്ധം നടക്കുന്നു, അതുപോലെ മറ്റ് പുറം രാജ്യങ്ങളെ സഹായിക്കാനായിട്ട് യുദ്ധമേഖലയിലേക്ക് ഒത്തിരി കാര്യങ്ങൾ ഇവിടുന്ന് പോകുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഗവൺമെന്റിന്റെ മുന്നിൽ ഒരു വലിയ ചലഞ്ച് തന്നെയാണ്. പ്രത്യേകിച്ച് ബുണ്ടസ്വെയർ പോലും പരിഷ്കരിക്കാനായിട്ട് മില്യാർഡൻ യൂറോ ഇപ്പം ഇവര് തേടിക്കൊണ്ടിരിക്കുക, എവിടെ നിന്ന് കിട്ടും എന്നുള്ളത്. അതോടൊപ്പമാണ് മനുഷ്യരുടെ അല്ലെ ജനതയുടെ ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെന്റിനൊരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്
ഈ ഒരു ആശുപത്രി റിഫോംസ് പരിഷ്കരണത്തിലൂടെ അവര് ലക്ഷ്യമിടുന്നത് അത് എത്രമാത്രം ഫലവത്താകും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. അതെ, പക്ഷെ ഇപ്പോഴേ തന്നെ ഈ സിസ്റ്റം വളരെ എക്സ്പെൻസീവാണ്. ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ സസ്റ്റൈനബിൾ അല്ല. അപ്പോ റിഫോം ആവശ്യമാണ്. അപ്പൊ ഏത് വിധത്തിൽ അത് ചെയ്യണമെന്നുള്ളതാണ് ആലോചന. അഥവാ ഇത് വളരെ കോസ്റ്റ്ലി ആണെങ്കിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട് ജർമ്മനിയിൽ. ജർമ്മൻ സെൻട്രൽ ഗവൺമെന്റ് കൂടുതൽ കടം എടുക്കുമോ ഇല്ലയോ എന്നുള്ള ചർച്ച. അതില് ഒരു പാർട്ടിയാണ് അതിന് എതിരായിട്ട് നിൽക്കുന്ന ഗവൺമെന്റ് റൂളിംഗ് പാർട്ടികളിൽ. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി മിക്കവാറും അതിന് തയ്യാറായിരിക്കും. ഗ്രീൻ പാർട്ടി അതിന് ഒരു പക്ഷെ തയ്യാറായിരിക്കും. പക്ഷെ ഫ്രീ ലിബറൽ പാർട്ടി FDP അതിന് തയ്യാറായിരിക്കുകയില്ല. ആ പാർട്ടിയുടെ ചെയർപേഴ്സണാണ് ജർമ്മനിയിലെ ഫൈനാൻസ് മിനിസ്റ്റർ, ധനകാര്യമന്ത്രി. അപ്പൊ അവര് തമ്മിൽ ചർച്ച നടക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഇത് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ആകുമ്പോൾ മിക്കവാറും കുറച്ച് കടമെടുത്ത് തന്നെയെങ്കിലും ഈ സ്ട്രക്ചർ ഉണ്ടാക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം ഇപ്പൊ തന്നെ അസ്വാരസ്യങ്ങൾ ഈ ഭരണമുന്നണിക്കകത്ത് കൂടുതലായിട്ട് ഉയർന്നു വരുന്നുണ്ട്. ഇനിയിപ്പോ അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവര് ഭരിക്കുമോ ഇല്ലയോ എന്നുള്ളത് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. എങ്കിലും ഇവർ വരില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് കഴിഞ്ഞ ആഴ്ചത്തെ ഇവിടുത്തെ പൊളിറ്റിക്കൽ ആ ഒരു സീനറിയിൽ ഇവർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഇവരുടെ ഒരു കണക്കൂട്ടലുകളുണ്ടല്ലോ നമ്മുടെ മാധ്യമങ്ങളും അതുപോലത്തെ ഒക്കെ. അപ്പൊ അതില് അത് വളരെ സംശയാസ്പദമാണ്. ഇപ്പോഴത്തെ പാർട്ടികള്, ഇപ്പോഴത്തെ റൂളിംഗ് പാർട്ടികള് വീണ്ടും ഭരണത്തിൽ വരുമോ എന്നുള്ളത് വളരെ സംശയാസ്പദം. കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങള് ഈ പറഞ്ഞ ധനകാര്യമന്ത്രിയുടെ FDP പാർട്ടി പാർലമെന്റിൽ 5% പോലും വോട്ട്, അത് പോൾ ചെയ്ത വോട്ടിന്റെ 5% പോലും നേടാതെ അവർ പുറത്ത് നിന്ന ഒരു കാലയളവിലാണ് ഇപ്പം നിലവിൽ ഭരണത്തിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ഇതൊരു വലിയ കടമ്പ തന്നെയാണ്, പ്രത്യേകിച്ച് ഫണ്ടിന്റെ കാര്യം പറയുമ്പോൾ, സാമ്പത്തികം പറയുമ്പോൾ. അതെ, FDP മാത്രമല്ല, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയും വളരെ വീക്കായി, ഗ്രീൻ പാർട്ടിയും വീക്കായി. ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. അതെ, മേർക്കലിന്റെ പഴയ, നമ്മുടെ എടുത്തു പറയുകയാണെങ്കിൽ മേർക്കലിന്റെ പാർട്ടി തന്നെ അവരാണ്. പക്ഷെ 2ാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ കുടിയേറ്റക്കാരെ എല്ലാം തന്നെ ഇവിടുന്ന് പുറത്തു പോകണമെന്ന് എപ്പോഴും വിളിച്ചു പറയുന്ന, എപ്പോഴും ശക്തമായി വാദിക്കുന്ന AfD എന്ന് പറഞ്ഞ ആൾട്ടർനേറ്റീവ് ഫ്യൂ ഡോയ്ച്ച്ലാൻഡ് എന്ന പാർട്ടിയാണ് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് എന്തും സംഭവിക്കാം എന്നുള്ള ഒരു ആശങ്ക ഇല്ലാതില്ല. എങ്കിലും ഇത് ചെറിയ ആശങ്കയല്ല, വളരെ ഭയങ്കര ആശങ്കയാണ്. അവർക്ക് കൂടുതൽ ഇൻഫ്ലുവൻസ് കിട്ടിയാൽ ഇവിടുത്തെ ഡെമോക്രാറ്റിക് സിസ്റ്റം തന്നെ തന്നെ ആകും, പൊളിച്ചെഴുതും. പക്ഷെ മറ്റവര്, അതായത് അവരോട് കൂടി പ്രവർത്തിക്കാൻ സന്നദ്ധതയുള്ള വേറെ പാർട്ടികൾ ഇവിടെ ഇപ്പോൾ ഇല്ല. അതൊരു ശരിയാണ്, ഒരു ചാൻസാണ്. അതെ. എന്തായാലും എനിക്ക് തോന്നുന്നു ആശുപത്രി റിഫോംസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, വേണ്ട എല്ലാ കാര്യങ്ങളും സംസാരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്തരമൊരു സംഭവം ഇവിടെ നടത്തിയെടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ച് നേട്ടം മാത്രമേ ഉള്ളൂ. ജോലി ഒരിക്കലും നഷ്ടപ്പെടില്ല. ജോലി കൂടുതലായിട്ട്, ജോലി സാധ്യത കൂടുതലായിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ നല്ല ഭാഷ പഠിക്കുക, നല്ല നഴ്സിംഗ് കോളേജിൽ പഠിക്കുക, തൊഴിൽ നന്നായിട്ട് പഠിക്കുക. ഇവിടെ വന്നതിന് ശേഷം തൊഴിലിന് കയറിയാൽ ആശുപത്രി മാനേജ്മെന്റുമായിട്ട് ചേർന്ന് കൂടുതലായിട്ട് തൊഴിൽ പഠിക്കാനുള്ള സാധ്യതകൾ തേടുക എന്നൊരു കാര്യമാണ് ഞങ്ങൾക്ക് ഇതിലൂടെ പറയാനുള്ളത്. ഈ ആശുപത്രി റിഫോം എന്ന് പറഞ്ഞാല്
ആസ്പത്രി സിസ്റ്റത്തിന് ചികിത്സ നൽകുക എന്നുള്ളതാണ്. ആസ്പത്രി സിസ്റ്റത്തിന് ചികിത്സ നൽകിയാൽ രോഗികളെ ബെറ്ററായിട്ട് ചികിത്സിക്കാം എന്നുള്ള ഒരു ആശയിലാണ് ഈ റിഫോം കൊണ്ടുവരുന്നത്. എന്തായാലും ദീർഘമായിട്ട് സംസാരിച്ചതിന് ഒത്തിരി നന്ദി. ഇതുപോലുള്ള വിഷയങ്ങളുമായിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ തമ്മിൽ വീണ്ടും ഉണ്ടാകും എന്നുള്ള ഒരു പ്രത്യാശയോടുകൂടി ഈ അഭിമുഖം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഡോക്ടർ ജോർജ് അരീക്കലങ്കലിന് പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുകയാണ്. ജോസിനും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഓൾ ദ ബെസ്റ്റ്. നമസ്കാരം.